ഞാനൊരു അമിത മദ്യാസക്ത രോഗിയുടെ ഭാര്യയാണ്. എൻ്റെ ഭർത്താവ് അമിതമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. കാലത്ത് പോകുമ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോഴും മദ്യപിച്ച് കിടക്കുകയായിരിക്കും, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും മദ്യപിച്ച് കിടക്കുകയായിരിക്കും. ഇനി എന്തിനാണ് ജീവിക്കണേ എന്ന് തോന്നിയ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ അനുഭവിക്കേണ്ടതായ, ഒരു മദ്യപാനിയുടെ ഭാര്യ എന്ന നിലയിൽ അനുഭവിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. സമൂഹത്തിലുള്ള വിലക്കുറവ്, ഇതെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ടും എല്ലാ രീതിയിലും. അതേപോലെ ഞാനൊരു സ്ഥാപനത്തിൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി 86 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മദ്യപിച്ചു. രണ്ടാമത് ആ സ്ഥാപനത്തിൽ തന്നെ പോയി. പാലായിലുള്ള അഡാപ്റ്റ് എന്ന പേരുള്ള ഒരു സ്ഥാപനത്തിലാണ് ട്രീറ്റ്മെൻറ്റിന് പോയത്. അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ ഭർത്താവ് പിന്നെ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ സ്ഥാപനവുമായിട്ടും ആ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടും അവിടുത്തെ ഓരോ കൗൺസിലർമാർ, അച്ഛൻ, അതേപോലെ തന്നെ അവിടുത്തെ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധത്തിലൂടെ ആ സ്ഥാപനവുമായിട്ട് അള്ളിപ്പിടിച്ച് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളിന്ന് ഏറ്റവും നല്ല ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ട് ഇന്ന് 9 വർഷം പൂർത്തിയായി. അതിൻ്റെ വാർഷികം ഞങ്ങൾ അത് നല്ല രീതിയിൽ ആഘോഷമായിട്ട് തന്നെ ഞങ്ങളത് നടത്തി. അതേപോലെ പ്രാർത്ഥന, ദൈവം തമ്പുരാൻ്റെ സർവശക്തൻ്റെ കരങ്ങൾക്ക് കീഴിൽ നമ്മൾ വിനയപൂർവ്വം നിൽക്കുമ്പോൾ നമുക്കിതെല്ലാം സാധിച്ചു തരുവാണ്. അതനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. കണ്ണുനീര് കണ്ടപ്പോൾ ദൈവം അതിനകത്ത് നമ്മൾക്ക് ഇറങ്ങി വന്ന് നമ്മളെ ദൈവം അനുഗ്രഹിച്ചു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി ഇന്ന് ഏറ്റവും നല്ല സമൂഹത്തിലും കുടുംബത്തിലും ഏറ്റവും നല്ല മാന്യനായ ഒരു വ്യക്തിയായി എൻ്റെ ഭർത്താവ് മാറിയിട്ടുണ്ട്. ഇന്നും ഞങ്ങളെല്ലാ ഞായറാഴ്ചകൾ തോറും ഈ ആൽക്കഹോൾ അനോണിമസ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ പങ്കെടുക്കുന്നു, അവിടുത്തെ ക്ലാസ്സുകൾ കേൾക്കുന്നു, അതിൽ സജീവമായി നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന് മാറി ഒരു സോബർ ലൈഫ് ഞങ്ങൾക്ക് ദൈവമായിട്ട് ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങൾ ആസ്വദിച്ച് ഇന്ന് ഞങ്ങൾ ഭംഗിയായിട്ട് ജീവിക്കുന്നു. എൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊണ്ട് നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.